നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. US ഇറാൻ രണ്ടാം വട്ട ചർച്ചയും അനിശ്ചിതത്വത്തിൽ. US പ്രതിനിധികൾ എത്താത്തതിനാൽ പാകിസ്ഥാനിൽ നടക്കേണ്ട ചർച്ചകൾ തടസ്സപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. പാകിസ്ഥാനിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഒമാനിലേക്ക് പോയി. അബ്ബാസ് അരക്ചി പാക് പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച നടത്തി. തങ്ങളുടെ നിബന്ധനകളാണ് പരിഗണിക്കേണ്ടതെന്ന ആവശ്യം. കുവൈറ്റിന്റെ അതിർത്തി മേഖലകളിലേക്ക് ഇറാഖ് നടത്തിയ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് സൗദി അറേബ്യ. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഇത്തരം നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇറാനും മേഖലയിലെ മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കാൻ വർഷങ്ങളെടുത്തേക്കുമെന്ന് UAE. വേനൽച്ചൂടിൽ വലഞ്ഞ് കേരളം. ഇന്ന് 2 പേർ മരിച്ചത് സൂര്യാഘാതമെന്ന് സംശയം. പലയിടത്തായി 8 പേർക്ക് സൂര്യതപമേറ്റു. ചൂടിനെ നേരിടാൻ പൊതു ഇടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി. അങ്കണവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കാനും നിർദ്ദേശം. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ചൂട് കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. പൂരാവേശത്തിൽ തൃശൂർ പൂര വിളംബരവുമായി തെക്കേ ഗോപുരം നട തള്ളിത്തുറന്ന് നീതിലക്കാവിലമ്മ. നാളെ രാവിലെ മുതൽ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത്. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്തിയില്ല. കൂടുതൽ അളവ് സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്ക്. പരസ്യ പ്രസ്താവന പാടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നേതാക്കൾ പ്രസ്താവനകൾ നിർത്തിയില്ല എങ്കിൽ കടുത്ത അച്ചടക്ക നടപടിയെന്ന് മുന്നറിയിപ്പ്. ഫലം വന്നതിന് ശേഷമേ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ചയുണ്ടാവൂ എന്ന് PK കുഞ്ഞാലിക്കുട്ടി. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താനെന്ന് പഴയകാല ചരിത്രം പറഞ്ഞ് രമേശ് ചെന്നിത്തല. കൊല്ലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ RSP ഇടപെടൽ നടന്നെന്ന് പരാതി. IPL പുതുചരിത്രമെഴുതി പഞ്ചാബ് കിങ്സ്. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം മറികടന്നത്. 7 പന്ത് ബാക്കി നിൽക്കി. പഞ്ചാബിന്റെ ജയം 6 വിക്കറ്റിന്. US ഇറാൻ രണ്ടാം വട്ട ചർച്ചയെക്കുറിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായില്ല. US പ്രതിനിധികൾ എത്താത്തതിനാൽ പാകിസ്ഥാനിൽ നടക്കേണ്ട ചർച്ചകൾ തടസ്സപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പാകിസ്ഥാൻ വിട്ടു. സമാധാന ചർച്ചകൾക്കായി പാകിസ്ഥാനിലെത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി US പ്രതിനിധികളെ കാണില്ല എന്ന് ഇറാൻ അറിയിച്ചു. തങ്ങളുടെ ആശങ്കകൾ ഒരു മധ്യസ്ഥനെ അറിയിക്കുമെന്നാണ് ടെഹ്റാൻ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം US ഉദ്യോഗസ്ഥർ ഇതുവരെ പാകിസ്ഥാനിൽ എത്തിയിട്ടില്ലാത്തതിനാൽ ഇറാൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാൻ വിട്ടുവെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി ഒമാൻ സന്ദർശിക്കും. വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും എന്നാൽ US ചർച്ചാ സംഘത്തെ നയിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്നറും പാകിസ്ഥാനിലേക്ക് ഉടനെത്തുമെന്നാണ് അമേരിക്കയുടെ സ്ഥിരീകരണം. നേരത്തെ പാകിസ്ഥാനിലെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഒമാനിലേക്കും റഷ്യയിലേക്കും പോകുമെന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ US നാവിക ഉപരോധം തുടരുന്നത് ചൂണ്ടിക്കാട്ടി ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനിൽ രണ്ടാം വട്ട ചർച്ചകൾക്കായി നേതാക്കൾ മുന്നോട്ട് വന്നത്. ഇതിനിടയിൽ ഇറാൻ തുറമുഖത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ച ഇറാൻ പതാകയുള്ള കപ്പലിനെ US യുദ്ധക്കപ്പലായ USS റഫാൽ പറാൾട്ട തടഞ്ഞതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ്, സംയുക്ത പ്രതിരോധ മേധാവി അസീം മുനീർ എന്നിവരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കൂടിക്കാഴ്ച നടത്തി. US-മായി രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്ന് കരുതുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. US-യുമായുള്ള വെടിനിർത്തലിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പാക് നേതാക്കളുമായി ചർച്ച ചെയ്തെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇറാന്റെ നിലപാടുകൾ അറിയിച്ചെന്നും അരാഗ്ചി പ്രസ്താവനയിൽ പറഞ്ഞു. മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് അസീം മുനീർ പറഞ്ഞു. എന്നാൽ ആണവ നിരായുധീകരണം ഉൾപ്പെടെയുള്ള US-ന്റെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കുവൈറ്റിന്റെ അതിർത്തി മേഖലകൾ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്നുണ്ടായ ഡ്രോൺ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കുന്ന ഇത്തരം നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. കുവൈറ്റിന്റെ വടക്കൻ അതിർത്തിയിലെ 2 കേന്ദ്രങ്ങളിലാണ് ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. ഇറാനും മേഖലയിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കാൻ വർഷങ്ങളെടുത്തേക്കുമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ബിൻ മുഹമ്മദ് ഗർഗാഷ്.
നയതന്ത്ര ബന്ധം തുടരാൻ സാധിച്ചേക്കാം, എന്നാൽ വിശ്വാസം വീണ്ടെടുക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. UAEക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണ ശ്രമങ്ങളാണ് ഇറാൻ നടത്തിയത്. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണ് അതെല്ലാം എന്ന ഇറാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ താക്കീതുമായി KPCC. പരസ്യ പ്രസ്താവന വിലക്കി. പരസ്യ പ്രതികരണങ്ങൾ തുടർന്നാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി. മുഖ്യമന്ത്രി ചർച്ചകൾ പ്രവർത്തകർ അസംതൃപ്തരാണ്. ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പുള്ള കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കൊല്ലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ RSP ഇടപെടൽ നടന്നെന്ന് പരാതി. RSP പ്രാദേശിക നേതാക്കൾ വോട്ട് മറിക്കാൻ CPMുമായി കൂടിക്കാഴ്ച നടത്തി. CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിലെ 3 പേരുമായി RSP പ്രാദേശിക നേതൃത്വം കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഡീൽ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞുവെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. കൊല്ലത്ത് കൊട്ടിക്കലാശത്തിന്റെ തലേദിവസം രാത്രി നടന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. RSP കൊല്ലം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ CPM നേതാക്കളെ കണ്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിതിൽ. കൊല്ലം മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ തോൽപ്പിക്കാനായാണ് RSPയുടെ ശ്രമം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. ബീച്ച് റോഡിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. UTUC ജില്ലാ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് RSP പ്രാദേശിക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതെന്നും ആരോപണം ഉയരുന്നു. 1 മണിക്കൂറോളം ചർച്ച നടന്നു. സംഭവം സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. ഡീൽ നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞുവെന്നും കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇത്തരം ഒരു പരാതി വന്ന സ്ഥിതിക്ക് അതെല്ലാം തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം RSP സഖാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ജില്ലാ സെക്രട്ടറി കർശനമായി RSP ലോക്കൽ കമ്മിറ്റി, സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലുള്ള എല്ലാ സഖാക്കളെയും താക്കീത് ചെയ്താണ് അന്ന് ഞങ്ങൾ അവിടുന്ന് പിരിയുന്നത്. സ്ഥാനാർത്ഥിയുടെ ചുമതല വോട്ട് തേടുക എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നേതൃത്വം മറുപടി പറയുമെന്നും സംഭവത്തിൽ ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി. മുൻപ് ചവറയിലും ഇരവിപുരത്തും ഉൾപ്പെടെ RSP CPM ഡീലുകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലത്തെയും സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ UDFൽ കോൺഗ്രസ് RSP തർക്കം നേരത്തെ ഉടലെടുത്തിരുന്നു. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ പരിഹരിക്കപ്പെട്ടു എന്ന് മുന്നണി പറഞ്ഞ ജില്ലയിലെ കോൺഗ്രസ് RSP തർക്കം വീണ്ടും രൂക്ഷമാകുന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. കൂത്തുപറമ്പ് സ്ട്രോങ് റൂമിലെ CCTV ഹാർഡ് ഡിസ്ക് മാറ്റിയതിൽ ദുരൂഹതയെന്ന് UDF സ്ഥാനാർത്ഥി ജയന്തി രാജൻ. സ്ഥാനാർത്ഥിയുടെ ഏജന്റ് എത്തും മുമ്പേ ഹാർഡ് ഡിസ്ക് മാറ്റിയെന്നും ഈ സമയത്ത് വീഡിയോ കട്ടായെന്നും ജയന്തി രാജൻ പ്രതികരിച്ചു. അതൊരു സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഇതിലെന്തോ ആസൂത്രിതമായിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ സംശയം. ഇല്ലെങ്കിൽ കൂത്തുപറമ്പിലും തലശ്ശേരിയിലും മാത്രം എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു അവരുടെ ഭയമാണോ അതിന് കാരണം എന്ന് തോന്നുന്നു. ശരിക്കും ഈ സ്റ്റോറേജ് അങ്ങനെ മാറുമ്പോൾ അത് നേരത്തെ തന്നെ നമ്മളെ മുൻകൂട്ടി 2 ദിവസം മുൻപേ ലെറ്ററായി നമുക്ക് അയക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ആ നിയമപ്രകാരമൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ ഏജന്റ് എത്തും മുൻപ് തന്നെ അവിടെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള MPമാരെ അടർത്തിയെടുത്ത BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആം ആദ്മിയെ ശരിക്കും ഞെട്ടിച്ചു. BJPയുടെ ലക്ഷ്യം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പാണെന്ന് വ്യക്തമായി അറിയാവുന്ന കെജ്രിവാൾ MLAമാരെയും മുതിർന്ന നേതാക്കളെയും കൂടെ നിർത്തുവാനുള്ള ഓട്ടത്തിലുമാണ്. രാജ്യസഭാ MPമാർക്ക് പിന്നാലെ പഞ്ചാബിലെ MLAമാരും പാർട്ടി വിടുമെന്ന ആശങ്കയും ഉയരുന്നു. 60-ലേറെ MLAമാരുടെ പിന്തുണയുണ്ടെന്ന് രാഘവ് ചദ്ദ പ്രതികരിച്ചു. പാർട്ടി പുലർത്തി MPമാരുമായി രാഘവ് ചദ്ദ BJPയിൽ ചേർന്നത് അക്ഷരാർത്ഥത്തിൽ ആം ആദ്മിയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 MPമാരാണ് BJPയിലെത്തിയത്. ഇതിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതുവരെ വേരുറപ്പിക്കാൻ സാധിക്കാത്ത പഞ്ചാബ് പിടിച്ചെടുക്കുക എന്ന BJPയുടെ നീക്കം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടികളിൽ മുഴുകി ചർച്ച ചെയ്യുമ്പോഴാണ് പഞ്ചാബ് പിടിച്ചെടുക്കാനുള്ള BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്.
2027 ഫെബ്രുവരിയിലാണ് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പഞ്ചാബിന്റെ മണ്ണിൽ മുന്നേറ്റമുണ്ടാക്കാനും ഭരണം പിടിക്കാനും നിരവധി വെല്ലുവിളികൾ BJPക്ക് മുൻപിലുണ്ട്. മുൻപ് അകാലിദളിനൊപ്പം നിന്നപ്പോഴും വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമായിരുന്നു BJPക്ക് നേടാനായത്. പിന്നീട് കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ വളരാൻ BJPക്ക് സാധിച്ചില്ല. പകരം പല കോൺഗ്രസ് നേതാക്കളും ആം ആദ്മിയിലെത്തി. ആം ആദ്മി പഞ്ചാബിന്റെ ഭരണം പിടിച്ചു. എങ്കിലും ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിനെ പോലുള്ള നേതാക്കളെ എത്തിച്ചുകൊണ്ട് അടിത്തറ ശക്തമാക്കാൻ BJP ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം സമയമുള്ളപ്പോൾ രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണയോടെ പഞ്ചാബ് പിടിക്കാൻ BJP കളത്തിലിറങ്ങുകയാണ്. वो आम आदमी पार्टी आज पूरी तरीके से अपने सिद्धांतों से, अपने मूल्यों से, अपने कोर मॉरल और वैल्यूज से भटक चुकी है और अब ये पार्टी देश के लिए नहीं, देश के हित के लिए नहीं, बल्कि अपने पर्सनल फायदे के लिए काम कर रही है. दैट आई एम द राइट मैन इन द रॉन्ग पार्टी. मैं ये अनाउंस करता हूं कि मैं आम आदमी पार्टी से दूर जा रहा हूं और जनता के पास जा रहा हूं. MP-മാർക്ക് പിറകെ പഞ്ചാബിൽ നിന്ന് കൂടുതൽ നേതാക്കളും MLA-മാരും പാർട്ടി വിടാതിരിക്കാനുള്ള കരുതൽ നീക്കങ്ങൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതൃത്വം നടത്തുന്നുണ്ട്. 117 നിയമസഭാ മണ്ഡലങ്ങളുള്ള പഞ്ചാബിൽ 90-ലധികം സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഭരണം നേടിയ ആം ആദ്മി ഡൽഹിക്ക് സമാനമായി തകർന്നടിയുമോ അതോ BJP കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കുമോ എന്നതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ച സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ADGPയുടെ റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ADGP ശ്രീജിത്തിന്റെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ അനുമതിയില്ലാതെ പറന്ന സംഭവം ഗുരുതര സുരക്ഷാ ലംഘനമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്തെങ്കിലും ദുരുദ്ദേശത്തിനല്ല താഴ്ന്നു പറന്നതെന്നും കൗതുകത്തിന്റെ പേരിലാകാം ഹെലികോപ്റ്റർ താഴ്ത്തു പറത്തിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൊടിമരത്തിന് തൊട്ട് മുകളിൽ വരെ ഹെലികോപ്റ്റർ പറന്നു. കോസ്റ്റ് ഗാർഡ് ആണെന്ന് കരുതി സംഭവത്തെ ലഘൂകരിക്കാനാകില്ല. അപകടകരമായ രീതിയിലാണ് ഹെലികോപ്റ്റർ പറത്തിയതെന്നും ADGP റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കാലാവസ്ഥാ പ്രശ്നമെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആ ദിവസത്തെ റിപ്പോർട്ട് പരിഗണിക്കണം. ഹെലികോപ്റ്റർ പറത്തിയ പൈലറ്റുമാരുടെ മൊഴിയെടുക്കണം തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പത്തനംതിട്ട SP-യെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ വട്ടമിട്ട് പറന്നത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ ശ്രീകോവിലിന് ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് കണ്ടാണ് ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം മേഖലകളിൽ ഡ്രോൺ പോലും അനുവദനീയമല്ല. VVIP-കളുമായി നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് പോലും മുൻകൂർ അനുമതി വേണം. ഈ സാഹചര്യത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ആണെങ്കിൽ പോലും ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിൽ എത്തിയത് അതീവ ഗൗരവമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ADGP ശ്രീജിത്ത് നൽകിയ അന്വേഷണ റിപ്പോർട്ടും കോടതി കൈമാറും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടപ്പാക്കുന്ന സ്വദേശീവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി സ്വകാര്യ കമ്പനികൾക്ക് നിർദ്ദേശങ്ങളുമായി മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളുടെ കുറഞ്ഞ വേതനം 6000 ദിർഹമാക്കാൻ 15 മാസത്തെ സാവകാശം അനുവദിച്ചു. നിർദ്ദേശം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തുകയും ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്യും. നാഫിസ് എന്ന പേരിലുള്ള UAE നടപ്പാക്കുന്ന സ്വദേശീവൽക്കരണ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ കുറഞ്ഞ ശമ്പള പരിധി നിശ്ചയിച്ചത്. ഏത് തസ്തികയിൽ ജോലി ചെയ്യുന്നതായാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ എമിറാത്തി ജീവനക്കാർക്ക് കുറഞ്ഞത് 6000 ദിർഹം ശമ്പളം നൽകണം. ഇത് നടപ്പാക്കുന്നതിനുള്ള സമയപരിധി 15 മാസം കൂടി നീട്ടി നൽകി. ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുകയും മന്ത്രാലയത്തിൽ നിന്നുള്ള നാഫിസ് ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയും ചെയ്യും. കുറഞ്ഞ ശമ്പളം 6000 എന്ന നിബന്ധന കമ്പനികൾക്ക് പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വദേശികൾക്ക് മറ്റ് കമ്പനികളിലേക്ക് ജോലി മാറാനുള്ള അവസരവും ഒരുക്കും. 32,000 സ്വകാര്യ കമ്പനികളിലായി 1,76,000 സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. അമൃത ന്യൂസ്, ദുബായ്. ഹജ്ജ് സീസണിൽ വിസിറ്റ് വിസയിലെത്തുന്നവർക്ക് സൗദിയിൽ നിയമവിരുദ്ധമായി താമസ സൗകര്യം നൽകുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളുമായി സൗദി ആഭ്യന്തര മന്ത്രാലയം. വിസിറ്റ് വിസയിലുള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കുകയോ അവരെ ഒളിപ്പിച്ചു വയ്ക്കുകയോ ചെയ്യുന്നവർ $1,00,000 വരെ പിഴ ചുമത്തുമെന്ന് മന്ത്രാലയം ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി. ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ, സ്വകാര്യ വസതികൾ, താൽക്കാലിക ഷെൽട്ടറുകൾ, തീർത്ഥാടകർക്കായി നീക്കിവച്ചിട്ടുള്ള താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ വിസിറ്റ് വിസക്കാരെ താമസിപ്പിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കും.
ജിദ്ദ അനാക്കിഷ് KMCC അബീർ ഷറഫിയുമായി സഹകരിച്ച് ജീവൻ രക്ഷാ പരിശീലനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് CK റസാഖ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ പ്രധാന കേന്ദ്രമായ സ്കൈ ഡൈവ് ദുബായ് പ്രവർത്തനം പുനരാരംഭിച്ചു. UAE ദേശീയ പതാകയുമായി 13,000 അടി ഉയരത്തിൽ നിന്നും ചാടിയാണ് സ്കൈ ഡൈവ് ദുബായ് തങ്ങളുടെ തിരിച്ചുവരവ് ആഘോഷമാക്കിയത്. പ്രവർത്തനം പുനരാരംഭിച്ചതിൻ്റെ ഭാഗമായി പ്രവാസികളടക്കമുള്ള UAE നിവാസികൾക്ക് ആകർഷകമായ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാം ഡ്രോപ്പ് സോണിൽ സ്കൈ ഡൈവ് ചെയ്യുന്നവർക്ക് ഒപ്പമുള്ള ഒരാൾക്ക് സൗജന്യ ടിക്കറ്റ് ലഭിക്കും. മെയ് 3 വരെയാണ് ഈ ഓഫർ ഉണ്ടാകുക. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ 9 മുതലാണ് പാം ഡ്രോപ്പ് സോണിലേക്ക് സന്ദർശകരെ അനുവദിക്കുക. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് സ്കൈ ഡൈവ് ദുബായ് പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനവും കരുതലുമേകാൻ ലക്ഷ്യമിട്ട് OICC മക്ക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മക്കയിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ ഹജ്ജ് 2026 അതിഥികൾക്കൊപ്പം കരുതലോടെ എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു രക്തദാന ക്യാമ്പ്. OICC ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. കുവൈറ്റിൽ ലഹരിമരുന്ന് പരിശോധനകളിൽ 3 ഇന്ത്യക്കാരടക്കം 12 പേർ പിടിയിലായവരിൽ 3 ബംഗ്ലാദേശികൾ, 2 ഈജിപ്തുകാർ, 2 സിറിയക്കാർ, 1 നേപ്പാൾ സ്വദേശി എന്നിവരും ഉൾപ്പെടുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയ ഇവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് ശേഖരമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. തൃശൂർ പൂരം കോ-പവേർഡ് ബൈ സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്. സൂര്യപ്രഭയുടെ സ്വർണമുഖം. എന്തിനുമേതിനും ധർമ്മപ്രിയ. വിശ്വാസം ധർമ്മപ്രിയ. തൃശ്ശൂർ പൂരത്തിൻ്റെ വരവറിയിച്ച ശക്തൻ്റെ തട്ടകത്തിൽ പൂര വിളംബരം. കൊമ്പൻ എറണാകുളം ശിവകുമാർ നീതലേക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം നടത്തി. പൂര വിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടയിൽ അണിനിരന്നു. കടുത്ത ചൂടിനെ അവഗണിച്ച മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ നട തുറന്നത്. കൊമ്പൻ തുമ്പിക്കൈ ഉയർത്തി പൂരവിളംബരം നടത്തിയപ്പോൾ പൂരപ്രേമികൾ ആർപ്പു വിളിച്ചു. രാവിലെ 9 മണിയോടെ നെയ്തലക്കാവിൽ നിന്ന് പുറപ്പെട്ട എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രം മൈതാനിയിലെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ച ശേഷം 12:30-ക്കാണ് തെക്കേ നടയിലെത്തിയത്. മേളത്തിന്റെ അകമ്പടിയിൽ നട തുറക്കാനെത്തിയ കൊമ്പൻ ശിവകുമാറിനെ കാണാൻ നിരവധി ആനപ്രേമികളും അണിനിരന്നു. നാളെയാണ് തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചുകൊണ്ടാകും പൂരം നടത്തുക. രാവിലെ 7 മണി മുതൽ ആരംഭിക്കുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പോടെ പ്രധാന ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തെക്കോട്ടിറക്കവും കുടമാറ്റവും തുടർന്ന് നടക്കും. ഇത്തവണ കുടമാറ്റത്തിന്റെ കുടകളുടെ എണ്ണം കുറയ്ക്കുകയും സമയദൈർഘ്യം 1 മണിക്കൂറിൽ നിന്ന് 15 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗം ആനകളുടെയും ഘടകക്ഷേത്രങ്ങളുടെ ആനകളുടെയും ഫിറ്റ്നസ് പരിശോധന നടത്തി. ആനകളുടെ ആരോഗ്യം, പാപ്പാന്മാരുമായുള്ള അടുപ്പം, അനുസരണാശീലം, എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്ത പരിചയം, പൊതുസ്വഭാവം എന്നിവ വിലയിരുത്തിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഫിറ്റ്നസ് പരിശോധനയിൽ നിരവധി ആനകൾ പങ്കെടുത്തു. ആനകളുടെ ആരോഗ്യം, പാപ്പാന്മാരുമായുള്ള അടുപ്പവും അനുസരണശീലവും, എഴുന്നള്ളിപ്പുകളിൽ പങ്കെടുത്ത പരിചയം, പൊതുസ്വഭാവം എന്നിവ വിലയിരുത്തിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന് ആന ചികിത്സകനായ ഡോക്ടർ PB ഗിരിദാസ് പറഞ്ഞു. ഏകദേശം തിരുവമ്പാടിയും പാറമേക്കാവും കൊച്ചിൻ ദേവസ്വം ബോർഡിനുമായിട്ട് ചെറുപൂരങ്ങൾക്കൊക്കെ ആയിട്ട് മൊത്തം ഒരു 90ഓളം ആനകളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു 85 ആനകളുടെ ലിസ്റ്റ് ആയിട്ടുള്ളൂ. 5 ആനയുടെ കുറവുണ്ട്. എങ്കിൽ പോലും നമ്മൾ മാക്സിമം ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആനകൾക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുത്തുകൊണ്ട്, അത് ഒരേ സമയം കാലത്ത് എഴുന്നള്ളിച്ച് ആന വൈകുന്നേരം എഴുന്നള്ളിക്കില്ല, അങ്ങനെ ഒരു റെസ്റ്റ് കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അപകടരഹിതമായ ഒരു പൂരം, അതായത് ആനകൾക്ക് ആവശ്യമായ ഭക്ഷണം, നല്ല വെള്ളം, ഇതൊക്കെ കൃത്യസമയത്ത് കൊടുത്തുകൊണ്ട്
പൂരനഗരിയിൽ ആനകൾക്കൊരു ക്ഷീണവോ അല്ലെങ്കിൽ അവർക്കൊരു കുറവോ വരാത്ത രീതിയിൽ ദേവസ്വങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി, ഫോറസ്റ്റ്, മൃഗസംരക്ഷണ വകുപ്പുകളിൽ നിന്നായി 60ഓളം ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നാണ് പരിശോധനകൾ നടത്തുന്നത്. അതത് ദേവസ്വങ്ങൾ സമർപ്പിച്ച പട്ടികയിലുള്ള ആനകളെയാണ് പരിശോധിച്ചത്. അമൃത ന്യൂസ്, തൃശൂർ. പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളില്ല. സാമ്പിളുകളുടെ രാസപരിശോധനയിലാണ് കണ്ടെത്തൽ. എന്നാൽ അനുമതിയിലുള്ളതിൽ കൂടുതൽ അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. പടക്ക സാമഗ്രികൾ ഇവിടെ നിന്ന് ഉടൻ മാറ്റി നിർവീര്യമാക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട് 16ാം ദിനം സുപ്രധാന വിധി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകൻ ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചു. വിദ്യാർത്ഥി ജാതി അധിക്ഷേപം നേരിട്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി 2ാം പ്രതി ഡോക്ടർ സംഗീതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കി 2 ആഴ്ച പിന്നിടുമ്പോഴാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരുടെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറഞ്ഞത്. പ്രോസിക്യൂഷൻ വാദങ്ങളെ അംഗീകരിച്ച കോടതി ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചു. നമ്മുടെ എതിർവാദം അംഗീകരിച്ചുകൊണ്ട് 1ാം പ്രതിയായ റാമിന് ജാമ്യം അനുവദിക്കേണ്ടായെന്നും 2ാം പ്രതിയായ സംഗീത നമ്പ്യാർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം പ്രോസിക്യൂഷനും ആലോചിച്ച് ഇനി അത് അപ്പീലെടുക്കേണ്ടതാണെങ്കിൽ അപ്പീലെടുക്കും. നിതിൻ രാജിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളൊക്കെ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അവരുമായിട്ട് വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അവരുടെ കുടുംബങ്ങളുമായിട്ട് ആലോചിച്ച് അടുത്ത നടപടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യും. 2ാം പ്രതി ഡോക്ടർ സംഗീത സംഭവ ദിവസം സ്ഥലത്തില്ലായിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങളിലോ മറ്റു ഗൂഢാലോചനയിലോ പങ്കെടുത്തതായി തെളിവുകളില്ല. മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ നേരിട്ടിടപെട്ടതിന് തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സംഗീതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചു. അതേസമയം നിതിൻ രാജിന്റെ മരണവുമായി ഒരു തരത്തിലും ബന്ധമില്ലെന്നാണ് പ്രതികൾ കോടതിയിൽ വാദിച്ചത്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണമെന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളി. അമൃത ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടയിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ കഴുത്തിന് പരിക്കേറ്റത് ഉന്തിലും തള്ളിലുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മൊഴി. 2 ദിവസം മുമ്പാണ് മന്ത്രി വിശദമായ മൊഴി നൽകിയത്. ആയുധം ഉപയോഗിച്ച് കഴുത്തിന് പരിക്കേൽപ്പിച്ചെന്നായിരുന്നു ഗവൺമെന്റിന്റെ പരാതി. സംഭവത്തിൽ 5 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിരുന്നത്. മന്ത്രിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിലും റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലും ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിലും വധശ്രമമല്ല എന്നാണ് കണ്ടെത്തൽ. വധശ്രമത്തിന് തെളിവില്ലാത്ത പശ്ചാത്തലത്തിൽ ആ വകുപ്പ് ഒഴിവാക്കിയാകും റെയിൽവേ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊതുവിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്നും അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് യോഗം വിലയിരുത്തി. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ തീരുമാനമായി. മാർക്കറ്റുകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽ പന്തലുകൾ സ്ഥാപിക്കണം. ട്രാഫിക് സിഗ്നലുകളിൽ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയവ കർശനമായി നിയന്ത്രിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പും നടപ്പിലാക്കണം. വൈദ്യുതി തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ KSEB പരമാവധി ശ്രമിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹീറ്റ് റെസിലിയന്റ് ആക്കും. ഇഴജന്തുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മതിയായ ആന്റിവെനം ആശുപത്രികൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേർന്നത്. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ ഉഷ്ണതരംഗ സാഹചര്യവും ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വേനൽ മഴ നേരിയ ആശ്വാസമാകുമ്പോഴും സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. വിവിധ ജില്ലകളിലായി നിരവധി പേർക്ക് സൂര്യാഘാതവും ഏറ്റു. തിരുവനന്തപുരം കിളിമാനൂരിൽ ഹരിതകർമ്മ സേനാംഗത്തിന് സൂര്യാഘാതമേറ്റു. പഴയ കുന്നുമേൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗവും കിളിമാനൂർ സ്വദേശിയുമായ ലതികയ്ക്കാണ് ശരീരത്തിൽ പൊള്ളലേറ്റത്. കിളിമാനൂർ ടൗണിലെ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിനിടെയാണ് സൂര്യാഘാതമേറ്റത്.
ലതികയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കോഴിക്കോട് കൊടുവള്ളിയിൽ ബൈക്കിൽ സഞ്ചരിച്ച 20-കാരന് കനത്ത വെയിലിൽ പൊള്ളലേറ്റു. പോർങ്ങോട്ടൂർ സ്വദേശി അമൽ ഷാജിനാണ് സൂര്യാഘാതമേറ്റത്. ഉച്ചയ്ക്ക് കാരന്തൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ യുവാവിന് കൈകളിൽ എരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. താമരശ്ശേരിയിലും യുവാവിന് സൂര്യാഘാതമേറ്റു. പരപ്പൻപൊയിൽ അരിപ്പറ്റമ്മൽ സുജേഷിനാണ് ശരീരത്തിന്റെ വിവിധയിടങ്ങളിൽ പൊള്ളലേറ്റത്. ശരീരത്തിൽ പുകച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുജേഷ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മലപ്പുറം താനൂരിലും യുവാവിന് സൂര്യാഘാതമേറ്റു. താനൂർ മടത്തി റോഡിൽ താമസിക്കുന്ന യുവാവിനാണ് പൊള്ളലേറ്റത്. അട്ടത്തോട്ടിന് സമീപം ജോലിയെടുക്കുന്നതിനിടയിലാണ് സംഭവം. കൈയിലാണ് പൊള്ളലേറ്റത്. ഉടനെ കുന്നുംപുറം ഹെൽത്ത് സെന്ററിലെത്തി ചികിത്സ തേടി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടരുന്നതായി പരാതി ഉയരുമ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും ഇപ്പോഴുള്ളത് വൈദ്യുത നിയന്ത്രണം മാത്രമെന്ന വിശദീകരണവുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ജനങ്ങൾ വൈദ്യുതി സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉടൻ പിൻവലിക്കണമെന്നും നിയന്ത്രണം തുടർന്നാൽ UDF പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. IPL-ൽ പുതുചരിത്രമെഴുതി പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം മറികടന്നതോടെയാണ് പഞ്ചാബ് റെക്കോർഡ് കുറിച്ചത്. നിശ്ചിത 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി 264 റൺസാണ് എടുത്തത്. സെഞ്ചുറി നേടിയ രാഹുലും അർദ്ധ സെഞ്ചുറി നേടിയ നിതീഷ് റാണയുമാണ് ടീമിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. രാഹുൽ 67 പന്തിൽ നിന്ന് 152 റൺസ് എടുത്തു. അതേസമയം മറുപടി ബാറ്റിംഗിൽ താണ്ഡവമാടിയ പഞ്ചാബ് ബാറ്റർമാർ ഡൽഹി ഉയർത്തി 265 റൺസ് വിജയലക്ഷ്യം പഞ്ചാബ് 18.5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 6 വിക്കറ്റ് ജയം സ്വന്തമാക്കി. 26 പന്തിൽ നിന്നും 76 റൺസ് എടുത്ത പ്രഭ്സിമ്രാൻ സിംഗ്, 36 പന്തിൽ നിന്നും 71 റൺസ് എടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എന്നിവരാണ് പഞ്ചാബ് ഇന്നിംഗ്സിന് കരുത്തു പകർന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.